ശ്രീജിത്ത്, ജോസ് കെ മാണി ഇപ്പോൾ എറണാകുളത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കേരള കോൺഗ്രസിൽ താൻ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രവർത്തകർക്കുണ്ടാകും, പക്ഷേ അത് പാർട്ടി തീരുമാനിക്കുമെന്നാണ്. അതിനപ്പുറം റോഷി പറഞ്ഞത് സതുദ്ദേശത്തോടെയാണ് തുടങ്ങിയ ഓരോ കാര്യങ്ങളും അദ്ദേഹം ന്യായീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വിവാദത്തിൽ കൈവെക്കാൻ തൽക്കാലം ജോസ് തയ്യാറായിട്ടില്ല. പക്ഷേ അങ്ങനെ നേതാക്കൾ മൗനം പാലിച്ചാൽ തീരുന്നതാണോ ഈ പ്രതിസന്ധി എന്ന ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. ജോസ് കെ മാണി യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടുപോയി എന്നതല്ലേ എൻ്റെ ഒരു വസ്തുത ശ്രീജിത്ത്? തീർച്ചയായും അങ്ങനെയാണ് സജിത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അതാണ്. മധ്യകേരളത്തിൽ ഒരു വലിയ ജാഥ നടത്തി ഇടതുമുന്നണിയുടെ ഭരണ നേട്ടങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയ ജോസ് കെ മാണിക്ക് ഇനി ആഴ്ചകൾ മാത്രം തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കെ അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് പാലയിലോ എവിടെയെങ്കിലുമോ മത്സരിക്കുക എളുപ്പമല്ല. മത്സരിച്ചാൽ ജോസിന്റെ ഭാവി ഒന്നുകൂടി പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ മുന്നണി മാറ്റ ചർച്ചകൾ ആ പാർട്ടിക്കുണ്ടായ ആഘാതം ചെറുതല്ല. അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് വലിയൊരു ബോംബ് വീഴുന്നത് പോലെ തന്നെ ഈ തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത്. സജിത്ത്, ഇത് കേവലം മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഒരു പ്രചരണം മാത്രമല്ല. ആ പാർട്ടിയിലെ താഴെത്തട്ടിലെ അണികൾക്കിടയിൽ അതിശക്തമായ വികാരമുണ്ട്. ചില പ്രാദേശികമായി ഉള്ള സോഷ്യൽ മീഡിയ അണികൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ റോഷി തൊടുപുഴയിൽ മത്സരിക്കട്ടെ, PJ ജോസഫിനെതിരെ മത്സരിക്കട്ടെ, ഇങ്ങനെയൊക്കെ തിരിച്ചടിക്കുന്നു. പാർട്ടി ചെയർമാന് മുകളിൽ അഭിപ്രായം പറയാൻ റോഷി ആരുമല്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയും വരികയാണ്. അതായത് റോഷിക്കെതിരെ ഈ പാലാ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ജോസ് കെ മാണിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ രംഗത്ത് വരുന്നു, സോഷ്യൽ മീഡിയ. അങ്ങനെ അണികൾക്കിടയിൽ ഇതൊരു വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത് കാരണമായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് ഇത് UDF അല്ല. സാധാരണ UDFൽ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കാലങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് LDFൽ നിൽക്കുമ്പോൾ LDFന്റെ അണികൾ, പ്രത്യേകിച്ച് CPM അണികൾ അത് എങ്ങനെ ഉൾക്കൊള്ളും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇനി പാലയായാലും കടുത്തുരുത്തി ആയാലും ജോസിനെ സംബന്ധിച്ച് മത്സരിക്കാനിരിക്കുകയാണ്. ഈ പ്രതിസന്ധികൾ മറികടക്കാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പാലയിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് ഈ കാപ്പൻ വീണ്ടും മത്സരത്തിനിറങ്ങുന്നു. കാപ്പന്റെ പ്രചരണം ജോസിനെതിരെയാണ്. ഇപ്പുറത്തെ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി BJPക്ക് കൂടി വരുന്നു, ഷോൺ ജോർജ്. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടമാണ് പാലയിൽ പ്രതീക്ഷിക്കുന്നത്. ആ ത്രികോണ പോരാട്ടത്തിൽ ജോസ് കെ മാണിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ഡാമേജുകൾ, ഈ ചർച്ചകൾ, അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് സംഭവിക്കുന്ന നിലയിലായിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനൊരു വെടിനിർത്തലിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനപ്പുറത്തേക്ക് മറ്റൊന്നിനും സമയമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ വൈകിയിരിക്കുന്നു. സജിത്ത്, ശ്രീജിത്ത്, ഇതിനിടയിൽ റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ജയകൃഷ്ണൻ പുതിയടത്താണ് റോഷിയുടെ പ്രതികരണം ശരിയായില്ലെന്ന അഭിപ്രായം പറയുന്നത്. പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ചെയർമാൻ വിശദീകരണം നൽകിയതിന് ശേഷം വീണ്ടും റോഷി പ്രതികരിക്കാതിരിക്കണമായിരുന്നു എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. റോഷി പലപ്പോഴും വൈകാരികമായാണ് പ്രതികരിച്ചത്, അനാവശ്യ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇരുത്തം വന്ന നേതാവ് എന്ന നിലയിൽ റോഷി പക്വത കാട്ടണം. പാർട്ടി ഒറ്റക്കെട്ടായി ജോസ് കെ മാണിക്ക് പിന്നിലാണ്. റോഷിക്ക് ഒരു പാർട്ടിയെ നടത്തിക്കൊണ്ടു പോകാനാവില്ലെന്നും ജയകൃഷ്ണൻ പുതിയടത്ത് പറയുന്നുണ്ട്. ശ്രീജിത്ത്, വ്യക്തമാണ് ഇതിലുണ്ടായ ആശയക്കുഴപ്പം. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സാധ്യതയിലേക്ക് പോയാൽ, അതായത് ജോസ് കെ മാണി വീണ്ടും ആടി നിൽക്കുന്നു എന്ന തോന്നലുള്ളപ്പോൾ റോഷി ഈ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രമല്ല, അതിന് CPM നേതൃത്വത്തിൻ്റെ കൂടി പിന്തുണയുണ്ടായിരുന്നു. ഒരുപക്ഷെ ജോസ് കെ മാണിയെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി നിശ്ചയിക്കുന്നത് പോലും ഈ മുന്നണി മാറ്റ സാധ്യതകൾക്ക് തടയിടാൻ വേണ്ടിയായിരുന്നു. ആ ഒരു ആലോചന സ്വാഭാവികമായും ഇങ്ങനെ നമ്മൾ നിരീക്ഷിച്ചാൽ അത് തെറ്റായി മാറാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സജിത്ത്. കാരണം ജോസ് കെ മാണി ഒന്ന് വഴുതി പോകാൻ പല ഘട്ടത്തിൽ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് തന്നെ ഉണ്ടാവില്ല, കാരണം പാർലമെന്റ് നടക്കുന്നു എന്ന കാരണമാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ജോസ് കെ മാണി പറഞ്ഞത് പാർലമെന്റ് നടക്കുന്നുണ്ട്, പക്ഷേ മുഴുവൻ സമയം പങ്കെടുത്തില്ലെങ്കിലും ജാഥയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, KK ശൈലജ CPMന്റെ മുതിർന്ന നേതാവാണ്, അവർ ഉണ്ടല്ലോ, അവർ നയിക്കുമല്ലോ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ജാഥ താൻ തന്നെ നയിക്കും, പൂർണ്ണ സമയം ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നു. അതിന്റെ കാരണം ഈ പറഞ്ഞതുപോലെ ഈ മധ്യ കേരളത്തിൽ പാർട്ടിക്കുണ്ടായ ഡാമേജ്, ഇടതുമുന്നണിയിലുണ്ടായ ഒരു പ്രശ്നങ്ങൾ, CPM പ്രവർത്തകർക്കുണ്ടാകുന്ന അവിശ്വാസം, ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജോസ് കെ മാണി തന്നെ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പറയുന്നു. ഏതാണ്ട് 4-5 വേദികളിൽ പ്രസംഗിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയി ജോസ് കെ മാണി ആക്കി മാറ്റി ഈ ജാഥയുടെ മുഖം
എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തുടക്കത്തിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനും കഴിഞ്ഞു. പ്രത്യേകിച്ച് പി ജെ ജോസഫിന് ഗ്രൂപ്പിന് പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരൂ, തറവാട്ടിലേക്ക് മടങ്ങി വരാമെന്നൊക്കെ പറഞ്ഞതോടുകൂടി ആ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം ജോസ് കെ മാണി തന്ത്രപരമായി നടത്തുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊരു രാഷ്ട്രീയ നേട്ടമായി വന്നിരുന്നു. പക്ഷേ പിന്നീട് അത് അവർ ഒഴിഞ്ഞു മാറിയതോടെ പിന്നീട് അതൊരു ചർച്ചയല്ലാതായി മാറി. അങ്ങനെ ഒരുപക്ഷെ തെക്കൻ മേഖലാ ജാഥയും വടക്കൻ മേഖലാ ജാഥയും നടക്കുന്നതിനേക്കാൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് അത് ജോസ് കെ മാണി നയിച്ച യാത്രയായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അങ്ങനെയൊക്കെ വരുന്നതിനിടെയാണ് ഇതിൻ്റെ പടിക്കൽ പോയി കലമുടയ്ക്കുക എന്ന പോലെ ഏറ്റവും അവസാനം ഇതൊരു വലിയ വിവാദമായി മാറുകയും വീണ്ടും ഈ മുന്നണി മാറ്റ ചർച്ചകളും പാർട്ടിക്കുള്ളിലെ ഭിന്നതകളും ഒക്കെ കേരള കോൺഗ്രസ് എമ്മിന് തലവേദനയാകുന്നത്. അത് കേരള കോൺഗ്രസ് എമ്മിന് മാത്രമുള്ള തലവേദന മാത്രമല്ല, അത് ഇടതുമുന്നണിയിൽ ഈ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പലയിടത്തും അത് പ്രതിസന്ധി ഉണ്ടാകും. പ്രത്യേകിച്ച് CPM വലിയ പിന്തുണ റോഷിക്കും ജയരാജനും പ്രമോദ് നാരായണനും ഒക്കെ നൽകും. മറ്റു പലയിടത്തും രാഷ്ട്രീയ സാഹചര്യം അത്രയും എളുപ്പമല്ല. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും ഒക്കെ കടുത്ത മത്സരങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഒപ്പം നിന്ന SDPI ഇത്തവണ ഒരുപക്ഷെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ പിന്തുണയ്ക്കുമോ? കാരണം അവർ സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു UDF അനുകൂല നിലപാടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് അതൊക്കെ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. എന്തായാലും ഇതിനിടെയാണ് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇതും അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടെന്ന് കരുതാൻ വയ്യ. പക്ഷേ കേരള കോൺഗ്രസ് എം ആയതുകൊണ്ട് എന്ത് തരത്തിലുള്ള നാടകീയതകളും ഏത് സമയത്തും ഉണ്ടാകുന്ന അതാണ്. ഒരു പിളർപ്പിനോ ഒരു മുന്നണി മാറ്റത്തിനോ അത്ര വലിയ ഗൗരവമേറിയ വലിയ പ്രശ്നങ്ങളൊന്നും കേരള കോൺഗ്രസുകളെ സംബന്ധിച്ച് ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയും ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. സജിത്ത്, ശ്രീത്ത്, ഒരു കാര്യം കൂടി, അതായത് നാളെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ജാഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ജാഥ അവസാനിച്ചതിന് ശേഷം ഇരു നേതാക്കളും ഒന്നിച്ചിരുത്തി അവർക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള ആശയക്കുഴപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വെടിനിർത്തൽ പരസ്യമായി പ്രഖ്യാപിച്ച് പാർട്ടി അണികളെ ഇതാക്കി ആശയക്കുഴപ്പം ഒഴിവാക്കാനുള്ള ഒരു നീക്കം നാളെയോ നാളെ കഴിഞ്ഞോ ആയി നമ്മൾ പ്രതീക്ഷിക്കണം. സജിത്ത്, ഇന്നാണ് ജാഥ അവസാനിക്കുന്നത്. ഇന്ന് വൈകുന്നേരം കലൂർ സ്റ്റേഡിയത്തിലാണ്, സ്റ്റേഡിയത്തിന്റെ പരിസരത്താണ് അതിന്റെ സമാപന സമ്മേളനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് ജോസ് കെ മാണിയുടെ ജാഥ അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചകൾ കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയത്തിൽ പല നിർണായക നീക്കങ്ങളും നടക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഈ പള്ളിയിൽ പോകുന്ന രാവിലത്തെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള പല യോഗങ്ങളും, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങളോ അല്ലെങ്കിൽ ചെയർമാനെ കാണാൻ വീട്ടിലേക്ക് നേതാക്കളുടെ പ്രവാഹം, ഇങ്ങനെ പല നാടകീയതകളും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും ഒടുവിൽ റോഷി അഗസ്റ്റിൻ തന്നെ വളരെ നന്നായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജോസ് കെ മാണിയെ ചേർത്ത് പിടിച്ച് ഇത് എൻ്റെ ചെയർമാനാണ്, എൻ്റെ ലീഡറാണ്, എൻ്റെ നേതാവാണ് എന്ന് റോഷി പറയുന്ന ഒരു ഫ്രെയിം എന്തായാലും കേരള കോൺഗ്രസ് എം ക്രിയേറ്റ് ചെയ്യും. അത് ഒരുപക്ഷെ നാളെ തന്നെ, കാരണം ഇനി സമയം ഇല്ല, നാളെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത, മറ്റ് തിരക്കുകൾ നേതാക്കൾക്കില്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സജിത്ത്, ശരി, എന്തായാലും വളരെ നന്ദി ശ്രീജിത്ത്. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്ന സാഹചര്യമാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ ഇനിയൊരു മുന്നണി മാറ്റ ചർച്ചകൾക്ക് സാധ്യതയല്ലാത്ത രീതിയിലുള്ള സമയം അത് ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് ഒരു വെടിനിർത്തൽ സ്വാഭാവികമായും പാർട്ടിയിൽ അവർക്കിടയിൽ ഉണ്ടാവും. അങ്ങനെ ഉള്ളൊരു കാഴ്ചകൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നാളെ ഞായറാഴ്ചയാണ്, പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ഈ അസാധാരണ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. ഒരു പിളർപ്പുണ്ടായാൽ ജോസിനെ UDFിൻ്റെ ഭാഗമാക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും നാടകീയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന പ്രതീക്ഷ കോൺഗ്രസിന് പൊതുവിലുണ്ട്. കാരണം എന്തും സംഭവിക്കാമെന്ന സാധ്യതയാണ്. കാരണം അതേ രീതിയിലാണ് പ്രശ്നങ്ങൾ പോകുന്നത് എന്നതാണ്.